പ്രൈസ് ഗോഡ്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എൻ്റെ പേര് അൽക്ക. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 2023 13 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ 2018 ഇവിടെ ആലപ്പുഴ ക്രൈസ്റ്റ് കോളേജിലാണ് എൻ്റെ എൻട്രൻസ് കോച്ചിങ് ചെയ്തത്. എൻ്റെ എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ തുമ്പോളി പള്ളിയിൽ എല്ലാ ദിവസവും മാസിന് പോകുമ്പം എനിക്ക് അവിടെ നിന്ന് കൃപാസനത്തിലൊരു പത്രം കിട്ടി. സോ പത്രം കിട്ടിയപ്പോൾ ഞാൻ കൃപാസനം എന്ന് പറയുന്ന പേര് പോലും വായിച്ചില്ല. ഞാൻ മാതാവിൻ്റെ ആ പടം കണ്ട് എനിക്കതങ്ങ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ പടം കൊണ്ടുപോയിട്ട് എൻ്റെ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് വെച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം എനിക്ക് സാക്ഷിയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നും, ഇതെന്താ ഇങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ ലൈക്ക് ഇത്ര മിറക്ലസ് കാര്യങ്ങൾ സംഭവിക്കാൻ എങ്ങനെ, അതെനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. വിശ്വാസിയായിരുന്നു, പക്ഷേ വിശ്വാസ പ്രയോഗത്തെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ക്രൈസ്തവ മൂല്യം മുൻനിർത്തി കൊണ്ടുവരുന്ന എൻ്റെ അമ്മയും പപ്പയും ഒക്കെ പ്രാർത്ഥിക്കുന്ന വീട്ടിലുള്ളതാണ്. പക്ഷേ എന്നാലും ഇത്ര ഇൻറ്റൻസിറ്റിയിൽ മാതാവിനോട് ഈശോയോടും ചേർന്ന് നിൽക്കാൻ എന്നെ ഒരുപക്ഷെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ക്രൈസ്റ്റ് കോളേജിലായിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഇവിടെ അമ്മ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷെ അമ്മ അന്ന് ഇവിടെ ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു എന്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് പോലും അന്ന് ഞാൻ വന്ന് നിന്നപ്പോൾ ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടായിരിക്കില്ല. അമ്മ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ എന്താ നോട്ടീസ് ആ ഒരു പേപ്പറിൽ എഴുതുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ പേപ്പർ വാങ്ങിച്ചിട്ട് ആ പേന എടുത്തിട്ട് ഞാൻ അതിൻ്റെ കോളത്തിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ എഴുതി, എന്നെ ഒരു ഡോക്ടറാക്കി മാറ്റണമേ, എനിക്ക് ഇനിയൊരു വർഷം കളയാൻ എനിക്ക് വയ്യ, എന്നെ ഒരു ഡോക്ടറാക്കി മാറ്റണമേ, 2019 നീറ്റ് എഴുതി എനിക്കൊരു അഡ്മിഷൻ ലഭിക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ അതൊരു MBBS എന്നൊന്നും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2019 എനിക്ക് അഡ്മിഷൻ തന്നു. പക്ഷെ ഞാൻ കൃപാസനത്തെ പറ്റി ഓർത്തയൊന്നുമില്ല. ഇവിടെ തുമ്പോളി മാതാവിൻ്റെ പള്ളിയിൽ വന്ന് നന്ദി പറഞ്ഞു, അഡ്മിഷൻ എടുത്തു, അവിടെ പോയി. അപ്പോൾ അമ്മയ്ക്ക് സ്പൈനൽ കോഡിൽ ട്യൂമർ വന്നു, ശ്രീചിത്രയിലെ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇവിടെ കൂടെ വരാനോ ഒന്നും, എന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വിടാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ വരാനൊന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ അമ്മയെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ പത്രം കൊണ്ട് തരുമ്പോൾ ഒക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ വരണം, ഉടമ്പടി എനിക്ക് സ്വന്തമായിട്ടൊന്ന് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം അമ്മയായിട്ട് ഈ ഹോസ്പിറ്റലിൽ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന കാരണം എനിക്ക് ഇവിടെ വരാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഒരുപക്ഷെ ഒരുപാട് പേര് ഇവിടെ വരുന്ന ഒരുപാട് പേര് അമ്മയ്ക്ക് ആ പത്രം കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് പൂർണ്ണ രോഗസൗഖ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് അതിന് തീരാത്ത നന്ദിയാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ 2% റിക്കവറി റേറ്റ് ആയിരുന്നു അമ്മയ്ക്ക് പറഞ്ഞിരുന്നത്. ഒന്നെങ്കിൽ സർജറി കഴിയുമ്പോഴത്തേക്ക് തളർന്നു പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അമ്മ ഒരു ദിവസത്തെ കോമയ്ക്കുള്ളിൽ പെട്ടെന്ന് ആയിരുന്നു അമ്മയുടെ റിക്കവറിയും. ഡോക്ടേഴ്സ് വരെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇപ്പോഴും തീർച്ചയായും ഉറപ്പായും വിശ്വസിക്കുന്നു അത് മാതാവ് തന്നതാണ്. കാരണം അന്ന് അമ്മ ഇവിടെ വന്ന് എടുത്ത ഉടമ്പടിയിൽ അമ്മയെ മാതാവ് ഭയങ്കരമായി പരിപാലിക്കുന്നുണ്ടായിരുന്നു. അമ്മ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അഖണ്ഡ ജപമാല സ്വന്തമായി മുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് BDSന് അഡ്മിഷൻ ലഭിച്ചു. കൊല്ലത്ത് തന്നെ എനിക്ക് പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ അഡ്മിഷൻ ലഭിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. ഈ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എപ്പോഴും എനിക്കൊരു അവിശ്വസിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ എങ്ങനെ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ 2023 എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ ഫ്രണ്ട് ഭയങ്കര വിശ്വാസമായിരുന്നു. അവൾ എന്നോട് പറയും, മാതാവ് നിനക്ക് സാധിച്ചു തരാത്തതായിട്ട് ഒരു കാര്യവും കാണില്ല, നീ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞാനിങ്ങനെ തീരുമാനിച്ചായിരുന്നു, എന്തായാലും 6 നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ 3rd ഇയർ എക്സാംസ് കഴിഞ്ഞ് ആ ഒരു വെക്കേഷൻ ടൈമിലാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ ആദ്യം സമർപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആ ടൈമിൽ വെറുതെ ഇരിക്കാതെ ഒന്ന് ട്യൂഷൻ എടുക്കണം, പപ്പേനെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ. ഞാൻ ഇങ്ങനെ ഞാൻ കയറിയില്ല. ഞാൻ ചെരുപ്പ് ഊരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ കോൾ വരുമോ, ഞാൻ മാതാവിനെ ഇങ്ങനെ നോക്കിയത് മാത്രമേ ഉള്ളൂ.
ഫ്രണ്ടിലെ ഫോണിൽ കോൾ വരിക, സയൻസ് വിഷയങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ ഏകദേശം എനിക്ക് 3 പിള്ളേരുടെ ഒരു ട്യൂഷൻ ഇത് കിട്ടി. അങ്ങനെ ഞാൻ ആ മാസം ട്യൂഷൻ എടുത്തു. ഞാൻ പിന്നെ സമർപ്പിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ 3rd ഇയർ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റണം, നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റണം. അപ്പോൾ എനിക്കതും നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സാവുകയും ചെയ്തു. അതേപോലെ എൻ്റെ അനിയൻ്റെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി അവൻ പോകാൻ അവൻ്റെ മനസ്സിനൊരുക്കം കാര്യങ്ങൾക്കൊക്കെ ഞാൻ സമർപ്പിച്ചു. അതേപോലെ 6 നിയമങ്ങളും സാധിച്ചു കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഞാൻ എന്തിനാ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫൈനൽ ഇയർ എത്തിയപ്പോഴത്തേക്ക് പാർട്ട് 1 പാർട്ട് 2 എക്സാംസ് ആണ് എനിക്ക്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ എനിക്ക് 4 പേപ്പറും പാർട്ട് 2 4 പേപ്പറും. പാർട്ട് 1 1 വർഷവും പാർട്ട് 2 6 മാസമായിരുന്നു. അപ്പോൾ VDS പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസും ടഫാണ്, എക്സാം പഠിക്കുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എനിക്ക് പാർട്ട് 1 എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഡെങ്കു ബാധിച്ച് എനിക്ക് എക്സാംസ് ക്ലിയർ ആയിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എക്സാം കഴിയുന്ന ഉടനെ വന്ന് ഉടമ്പടി പുതുക്കിക്കോളാം, മാതാവ് എക്സാം പാസ്സാക്കണേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ടോക്ക് കേൾക്കത്തില്ല, എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഈ ധ്യാനമൊന്നും ഞാൻ കൂടാറില്ല. പക്ഷെ കഴിവതും ഞാൻ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കാനും കാരുണ്യ പ്രവൃത്തികൾ കറക്റ്റായിട്ട് ചെയ്യാനും ശ്രമിച്ചായിരുന്നു. അപ്പോഴെല്ലാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതായത് ഇപ്പോൾ പ്രാർത്ഥനയിലാണെങ്കിലും 11:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് 11:45 പോയി ആ ദിവസം തീരുന്ന സമയത്ത് പോയിട്ട് സായന പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തോ എനിക്ക് ആ 2 വിഷയങ്ങൾ പോയി. പിന്നീട് എനിക്ക് 6 മാസത്തിനുള്ളിൽ തന്നെ 6 പേപ്പറുകൾ എഴുതിയെടുക്കേണ്ടി വന്നു. അതായത് എൻ്റെ പാർട്ട് 2 എക്സാംസ് ഉൾപ്പെടെ 6 പേപ്പർ എഴുതിയെടുക്കേണ്ടി വന്നു. അതിന് എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഉടമ്പടി ഒന്നും പുതുക്കുന്നില്ല, കാരണം എന്തിനാണ് ഞാൻ മാതാവിനെ വിഷമിപ്പിക്കുന്നത്, എനിക്കിത് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്തിനാ അത് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ക്രൈസ്റ്റ് കോളേജിലുള്ള ഡോക്ടർ വിനീത, ഞങ്ങളുടെ സാറിൻ്റെ വൈഫാണ്, പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ എന്തായാലും വന്ന് ഉടമ്പടി പുതുക്കുമോളെ, ബാക്കിയൊക്കെ മാതാവ് സാധിച്ചു തന്നോളും. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അച്ഛൻ്റെ ധ്യാനം കറക്റ്റായിട്ട് കൂടാൻ തുടങ്ങി, കറക്റ്റ് സമയത്ത് കൂടാൻ തുടങ്ങി. 5:30 പ്രെയർ ആണെങ്കിൽ ആ 5:30 തന്നെ ഞാൻ ഷാർപ്പ് അത് കൂടാൻ തുടങ്ങി. അതുമല്ല, ഒരു ദിവസം പോലും ഞാൻ അലാം വെച്ചിട്ടില്ല. അലാം വെക്കാതെ തന്നെ ആ സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയുണ്ടായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അതേപോലെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത 6 വിഷയങ്ങളുടെ തലേ ദിവസങ്ങളിലും പള്ളിയിലൊക്കെ എൻ്റെ തിരുനാൾ ദിവസങ്ങളൊക്കെ ആയത് കാരണം എനിക്ക് അധികം പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. എൻ്റെ സർജറി എക്സാംസൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാൻ കിടപ്പുണ്ടായിരുന്നു. സോ ആ സമയത്തായിരുന്നു ഞാൻ ഓരോ ദിവസവും ഓരോ എക്സാമിൻ്റെ തലേന്നും ഞാൻ ഒന്നെങ്കിൽ കുറച്ച് നേരം അഡോറേഷന് പോയിരിക്കും. അഡോറേഷൻ ഇരുന്നിട്ട് അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എല്ലാം ഒറ്റ സ്ട്രെച്ചിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ധ്യാനം കേൾക്കുന്നത് അതേപോലെ എഴുതുമായിരുന്നു. അത് എഴുതി വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് അത്രയും മനസ്സിലാക്കാനുള്ള ഇതല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, ഞാനത് എഴുതി വെച്ച് അപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനവും ഈ ആഴ്ചത്തെ ധ്യാനവും തമ്മിലുള്ള കണ്ടിന്യൂവേഷൻ എനിക്ക് മനസ്സിലായി. ബിക്കോസ് അച്ഛൻ്റെ ധ്യാനമാണ് നമുക്ക് ഈ ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള ഒരു പമ്പിങ് സ്റ്റേഷൻ എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ബാക്കി എല്ലാ ഉടമ്പടി പുതുക്കലിലും ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം അതേപോലെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാതാവുമായിട്ടൊരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാനുള്ള ടിപ്സ്, ഹാക്സ് ഇതെല്ലാം അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്ന സമയമായി. അപ്പോൾ പാർട്ട് 1 റിസൾട്ട് ഞാൻ ഇവിടെ വന്നായിരുന്നു അറിഞ്ഞത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് കാണിച്ചു, മാതാവേ 2 പേപ്പർ പോയി, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അന്ന് ഞാനൊരു റോസാപ്പൂ മാലയൊക്കെ ആയിട്ടാണ് വന്നത്. കാരണം എനിക്ക് അത്ര വിശ്വാസമായിരുന്നു ഉറപ്പായിട്ടും പാർട്ട് 1 പേപ്പേഴ്സ് കിട്ടും. പക്ഷേ കിട്ടിയില്ല. പാർട്ട് 2 റിസൾട്ട്സ് വരാറായപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഈ പ്രാവശ്യം ഞാൻ പൂവൊന്നും കൊണ്ടുവരുന്നില്ല, ഞാൻ വന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എപ്പോഴും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാതാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, ഞാൻ എൻ്റെ ചെയറിൽ നിന്ന് ഡെസ്കിൻ്റെ സൈഡിലുള്ള ചെയറിൽ നിന്ന് ഇറങ്ങി മുട്ടുകുത്തി നിന്നായിരുന്നു ജപമാല ചൊല്ലുന്നത്. അപ്പോൾ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും എൻ്റെ ബെഡിൽ മാതാവ് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓരോ പ്രാവശ്യവും. അപ്പോൾ ഞാൻ 9 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും പഠിക്കാനിരിക്കുന്നത്. അമ്മയൊക്കെ ചോദിക്കും, എന്ത് നീ പഠിച്ചിട്ടാണ് നാളെ എഴുതാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് വരെ ഭയമായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആ 10 മണി തൊട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ പത്രം എടുത്ത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വെക്കും, ഒരു പേജ് ഓപ്പൺ ആക്കും, അതിലിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും, എൻ്റെ ഹെഡിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കും. മാതാവ് എന്നെ അനുഗ്രഹിച്ച് എനിക്ക്
എന്താ പറയുക, സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ അടുത്ത് വരണേന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും. ഞാൻ എന്താണോ ആ എസ്സേ വായിച്ചത് അതേ എസ്സേ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവർക്കും പേപ്പേഴ്സ് ടഫായിരുന്ന സമയം എൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെഞ്ചരിച്ച കാശ് രൂപവും എൻ്റെ ഉപ്പും ഇതെല്ലാം ഞാൻ എക്സാം ഹാളിലും ഇരിക്കുന്നിടത്തും ഞാൻ ഏറ്റവും ഫസ്റ്റ് റോൾ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പോൾ ഈ ഉപ്പൊക്കെ ഈ ആൻസർ ഷീറ്റിനകത്ത് ഇടാനൊക്കെ ഞാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അതൊക്കെ മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ആൻസർ ഷീറ്റിലിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ എൻ്റെ എക്സാംസ് ക്ലിയർ ചെയ്തു. ഞാനപ്പോൾ എക്സാമിൻ്റെ ഒരു എക്സാമിൻ്റെ തലേന്ന് എനിക്ക് പറ്റിയില്ല. പ്രാർത്ഥിക്കാനായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഉറങ്ങിയും പോയി. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കിനി അരമണിക്കൂറുള്ളൂ. അതുകൊണ്ട് എന്ത് വായിച്ച് എന്ത് എഴുതണമെന്ന് എനിക്കറിയില്ല. സോ അതിൻ്റെ തലേ ദിവസം ഞാൻ മാതാവിൻ്റെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ഇങ്ങനെ വരച്ചു. എനിക്ക് വരയ്ക്കാൻ ഇത്ര കഴിവില്ല എന്ന് വെച്ചാൽ ആ ഒരു ആൾക്കാരുടെ പോർട്രേറ്റ് ഒന്നും വരയ്ക്കാൻ എനിക്കറിയില്ല. അല്ലാതെ ഉള്ള കാര്യങ്ങളെ ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനെ ഞാൻ വരച്ചു. ആ എക്സാമിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. ബിക്കോസ് ഞാൻ ആ എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല, എന്താ അതിന് എഴുതിയെന്ന് പോലും അറിയില്ല, കരച്ചിലെ നിലവിളിയായിരുന്നു. പക്ഷേ ആ എക്സാമിനാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് എൻ്റെ റിസൾട്ട്സ് വരുന്നതിന് മുമ്പ് അച്ഛനെ വന്ന് ഞാൻ കണ്ടു. അച്ഛനെൻ്റെ തലയിൽ കൈവച്ചിട്ട് അച്ഛൻ ചോദിച്ചു, എന്താ മോളെ രണ്ടാമത് എഴുതിയെന്നാണ് ചോദിച്ചത്. ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ റിസൾട്ട്സ് വരുന്നതിൻ്റെ അന്ന് പാർട്ട് 1 എക്സാംസ് വന്ന സമയത്തും ഇതേ കണക്ക് 2 ദിവസമായിട്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അത് പിറ്റേ ദിവസമായിരുന്നു വന്നത്. അപ്പം ഇവിടെ വന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എന്തായാലും വരില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ കണക്കായിരുന്നു. റിസൾട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് അറിഞ്ഞോളാം. അപ്പം ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ട് ഞാൻ റിസൾട്ട്സ് വെയിറ്റ് ചെയ്തിരുന്നു, വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം ഞാൻ ഇവിടെ വരണം, അതാണ് മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ പൂവൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നേരെ വരിക കൊന്ത പഠിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിലും എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഉടമ്പടി പുതുക്കലിൽ എനിക്ക് ഈ പ്രാവശ്യമാണ് ഞാൻ എന്താ പറയുക, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉണർവുണ്ടായതും ബൈബിള് വായിക്കാനും പേഴ്സണൽ പ്രെയർ ചെയ്യാനും ബൈബിളിൽ ഓരോ വേർഡിങ്സ് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ റിവലേഷൻ ഒരുവിധമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ബൈബിളിൽ എന്താണ് ഈ പാസേജിലൂടെ നിൻ്റെ ജീവിതത്തിന് നീ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഞാനിവിടെ വന്നപ്പം എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലാത്ത കാരണം ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ എൻ്റെ കയ്യിലും ചേഞ്ച് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ആൻറ്റി പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, സാധാരണ ഞാൻ ഇവിടെ വന്ന് പൂവൊക്കെ വാങ്ങിക്കാൻ വല്ലതും നിൽക്കുവാണെങ്കിൽ 200 അല്ലെങ്കിൽ 150 300 രൂപ എങ്ങനെയൊക്കെയാണ് പറയുന്നത്. പെട്ടെന്നൊരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഇത് 50 രൂപയുള്ളൂ, ഈ പൂവ് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റോസാ പൂവും മുല്ലപ്പൂവും ചേർത്ത പൂവാണ്, ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഈ മാതാവിൻ്റെ ഫ്രണ്ടിൽ ആ ഗ്രോട്ടോടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തൂക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞാൽ പൂവൊന്നും കൊണ്ടുവന്നല്ലോ എന്നൊരു ചോദ്യം. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പോൾ മാതാവായിട്ട് തന്നെ ഇടിയിപ്പിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം വന്നു. ഓക്കെ, ഇന്നത്തെ റിസൾട്ട് എന്തായാലും മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടോ. അങ്ങനെ ഞാൻ ഈ റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഒരുമിച്ച് ഇവിടെ ഇരിക്കുക. സാധാരണ ഒരിക്കലും 4-4:45 ശേഷം ഞങ്ങൾ റിസൾട്ട് വരാത്തതാണ്, ഒരു 5 മണിക്ക് ഇങ്ങനെ മാക്സിമം. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ റിസൾട്ട് വരത്തില്ലായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അപ്പം ഞാൻ സാക്ഷ്യം പറയേണ്ടതെന്നാണോ, എന്താ മാതാവേ ഞാൻ ഇനി എന്തായാലും ഉറപ്പായിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കാശ് രൂപ ആക്ടിവേറ്റ് ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അത് വെച്ചിട്ട് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, അമ്മ മാതാവേ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഗ്രഹീത സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് ഞാൻ ആവർത്തിച്ചൊരു 10 പ്രാവശ്യം ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞാൻ പോകാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, നമുക്ക് കൊച്ചച്ഛനെ ഇവിടെ അച്ഛനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛൻ ഇന്ന് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങളെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് എന്നോട് തിരിഞ്ഞു ചോദിച്ചു, ഒരു 2 കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് ഇതും പോയി. ഞാൻ വിചാരിച്ചു ദൈവമേ, ഞാൻ പറഞ്ഞു എന്നായാലും കുഴപ്പമില്ല മാതാവേ, മാതാവിൻ്റെ കയ്യിൽ ഞാൻ തന്നേക്കുക, എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ മാതാവേ പോവുക, മാതാവിന് ഒരു ആഗ്രഹം കാണുമല്ലോ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്ന്, അന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി പോകാൻ നേരത്ത് ഞാൻ ബസ് കയറുന്നതിന് കുറച്ച് മുമ്പായിട്ട് 5:17 ആയപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് വന്ന് ഞങ്ങൾ ചെരുപ്പൊക്കെ കളഞ്ഞ് കയ്യിരിക്കുന്ന കവറൊക്കെ കളഞ്ഞ് ഓടി വന്ന് ഇവിടെ നിന്ന് റിസൾട്ട് നോക്കുമായിരുന്നു. റിസൾട്ട് നോക്കി ഞാൻ മാതാവിനെയാണ് ആദ്യം റിസൾട്ട് എടുത്ത് കാണിച്ചത്. എന്നെ എല്ലാ വിഷയങ്ങൾക്കും 6 വിഷയങ്ങൾക്കും റെക്കോർഡ് മാർക്കിൽ പാസ്സാക്കി. ഞാൻ ഇതുവരെ അങ്ങനെ മാർക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഒരുപാട്, അതായത് നോട്ട് അപ്പോൺ മെറിറ്റ് ബട്ട് അപ്പോൺ ഗ്രേസ്,
അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും അച്ഛൻ്റെ ധ്യാനമാണ്. അതേപോലെ എൻ്റെ പപ്പയ്ക്ക് ഇതേണക്ക് അതേപോലെ ഞാൻ പ്രാർത്ഥിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അന്ന് അമ്മയുടെ ആ പേപ്പറിൽ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചതാണ് എന്നെ ഒരു ഡോക്ടറാക്കി മാറ്റണമെന്ന്. അപ്പോൾ അന്ന് റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു. മാതാവ് എന്നെ ഡോക്ടറാക്കി മാറ്റി. നാളെ ഞാൻ ഒഫീഷ്യലി ഇൻറ്റേൺഷിപ്പ് പോസ്റ്റിങ്ങിന് കയറുവാണ്. അതിന് മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ പപ്പയ്ക്ക് തലയിൽ താരൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിനൊക്കെ പപ്പയ്ക്ക് 3 മാസമായിട്ട് അതിൻ്റെ ഇറിറ്റേഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പപ്പയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഈ ഉപ്പും തൈലവും അതൊക്കെ ഇങ്ങനെ പ്രയോഗിക്കുന്നതിനെ പറ്റി അതൊന്നും വേണ്ട, എനിക്കൊന്നും ചെയ്യേണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ ബലം പ്രയോഗിച്ച് ഞാൻ പപ്പയുടെ തലയിൽ തേച്ചു. പിറ്റേ ദിവസം തൊട്ട് ഈ സമയം വരെ പപ്പയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 3 മാസമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അമ്മയ്ക്ക് ഇപ്പം റീസെൻ്റായിട്ട് പഴയ പോലെ കയ്യിലേക്ക് വേദന വരാൻ തുടങ്ങി. അപ്പോഴും ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ കയ്യിൽ ആ വേദനയൊക്കെ മാറി. കാരണം നമ്മളൊരു ഹോമിയോ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞായിരുന്നു അത് വീണ്ടും ആ ട്യൂമർ റെക്കർ ചെയ്തതിൻ്റെ ആയിരിക്കും ആ ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ എൻ്റെ അനിയൻ്റെ കാര്യം, അവൻ്റെ കണ്ണിന് ചെറിയൊരു കണ്ണ് കാണുന്നതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കണ്ണിൽ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതും മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഇപ്പം ഈ ഉടമ്പടിയുടെ എൻ്റെ പുതുക്കുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് നല്ലൊരു ഉളുക്ക് എൻ്റെ ഷോൾഡറിലും ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് വന്നു, ഒരു 3-4 ദിവസമായിട്ടത് മാറുന്നുമില്ല. പിന്നെ ഞാൻ അടുത്ത ഡോക്ടേഴ്സിനെ കാണിക്കുന്നു, ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെ 3-4 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മാറാത്തൊരു സിറ്റുവേഷൻ വന്നു. ശ്വാസം എടുക്കുമ്പോൾ പോലും എനിക്ക് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്കത് പൂർണ്ണമായി സൗഖ്യം നേടി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ മിഷണറീസ് ഓഫ് ചാരിറ്റി അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുകയും അവിടെ ഉള്ളവർക്ക് സഹായം ചെയ്യുകയും അതേപോലെ അവർക്ക് ഫുഡും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്സൊക്കെ വാങ്ങി അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് ലാസ്റ്റ് ടൈമൊക്കെ ചെയ്തതിനെക്കാട്ടിലും ഈ പ്രാവശ്യം ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുന്നത്. എനിക്കൊരു എക്സ്റ്റസി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അഡോറേഷൻ ഇരിക്കുമ്പോൾ ഈശോയെ ഫീൽ ചെയ്യാൻ പറ്റുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിരുന്നു എൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു ജപമാല തന്നെ കഷ്ടിച്ച് രഹസ്യം പോലും മിസ്സാക്കി ചൊല്ലുന്ന ഞാൻ 3-4 ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് 6-7 ജപമാല ചൊല്ലാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മജീവിതത്തിന് എൻ്റെ അതായത് ദേഷ്യം ഒരുപാട് കൺട്രോളായിട്ടുണ്ട്. അതൊക്കെ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇത്രയേറെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഇത്രയേറെ പരിപാലിക്കുന്ന മാതാവിനും ഈശോയ്ക്കും 1000